നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക രാശികളാണ്. ഈ കർക്കിടക രാശിയിൽ പുണർദം അവസാന ഭാഗം, പൂയം, ആയില്യം എന്നിവയാണ്. ഈ രാശിയിലുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവരിൽ ചിലർ ജലസംബന്ധമായ തൊഴിൽ ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ഇവർക്ക് സ്ഥിരമായിട്ട് ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയില്ല. സന്താനങ്ങൾ കുറവുമായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉയർച്ച താഴ്ചകൾ കാണുന്നു. സുഖജീവിതത്താൽ താല്പര്യമുള്ളവരായിരിക്കും. ചിലവർ അഹങ്കാരികളായിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ അങ്ങനെ ചിന്തിക്കാത്ത, ചെറുതായിട്ട് ഒരു ദേഷ്യവും വിദ്വേഷവും കൂടി കൂടിയിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. എന്നു കരുതി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം വരുന്നവരാണ്. ഏതൊരു തീരുമാനത്തിനും മാറ്റമുണ്ടാവുന്നതുമാണ്. ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കുന്നതുമാണ്. ജോലി സംബന്ധമായ ദൂരസ്ഥലത്ത് താമസിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇവർ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത പ്രവൃത്തികളായിരിക്കും ഇവരോട് അടുപ്പം കാട്ടിയവർ. ഒരുപാട് ശത്രുക്കളുള്ളതിനാൽ ഏതൊരു കാര്യങ്ങൾക്കും തടസ്സമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുമുള്ളത്. ശത്രുദോഷങ്ങളാലും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. ഈ രാശിയിൽ ജനിച്ചവർ ഈശ്വരവിശ്വാസികളായിരിക്കും. മറ്റുള്ളവർ ഇവരുടെ ജീവിതത്തിൽ അസൂയകളായിട്ടാണ് കാണുന്നത്. ഇവർ നന്നാവില്ല, ഉയർച്ച ഉണ്ടാവില്ല എന്നൊക്കെ മറ്റുള്ളവർ കരുതുമെങ്കിലും പക്ഷേ ഇവർ ഭഗവാന്റെ ഐശ്വര്യത്താൽ ജീവിതത്തിൽ ഉയർന്ന ഒരു വിജയം കരസ്ഥമാക്കുന്നതുമാണ്. ഈ രാശിക്കാർക്ക് ഏതൊരു ബിസിനസ്സായാലും നല്ലൊരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രവൃത്തിയായാലും സർവ്വ ഐശ്വര്യങ്ങളാൽ ഭവിക്കാൻ വേണ്ടി തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങൾ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ശത്രുക്കളാൽ ബുദ്ധിമുട്ടുന്നു എന്ന് പിന്നെയും പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാന്റെ സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുവാൻ വേണ്ടി ഓം നമഃശിവായ ഈ കുംഭമാസത്തിൽ തന്നെ 108 തവണ 21 ദിവസം ജപിക്കൂ. എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തോട് മുൻപ് തന്നെ എല്ലാം സർവൈശ്വര്യത്തോടു കൂടി എല്ലാം ശുഭമായി വരും.